കണ്ടവന്മാരെ കേക്ക് വെക്കുന്ന കാണുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലിരിക്കല്ല ക്യാമറ ഓഫ് ചെയ്ത വളരെ വേറെ എത്ര ക്യാമറ ഓഫ് ആക്കുന്നത് ക്യാമറ ഓഫ് ആക്കുന്ന ദിവസം പ്രതി എന്താ ഓഫാക്കാനാണ് ഇങ്ങനെ ഓഫ് ചെയ്ത് എന്താ കഥ ഉണ്ടാക്കുമെന്ന് അറിയില്ല ക്യാമറ ഓഫ് ചെയ്ത് എന്താ കഥയാണെന്ന് അറിയില്ല ക്യാമറ ഓഫ് ചെയ്ത് ഉണ്ടാക്കുന്നത് കണ്ടവരൊക്കെ ഇതിന്റെയൊക്കെ വീട്ടിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് കിടക്കണ്ടായിരുന്നു കുറെ അമ്മ ഇങ്ങനെ കുറെ അമ്മയുടെ വീട്ടിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് കിടക്കണ്ടായിരുന്നു കുറെ അമ്മ ഇങ്ങനെ നടക്കുക കുറെ ആളുകൾ തന്നെ വേറെ രീതിയിലോ എന്റെ വെച്ച് കാണുന്നില്ല ഇന്ന് നടക്കുക കുറെ അമ്മമാര് വരുന്നത് എന്തുകൊണ്ടാണ് കുറെ അമ്മമാര് വരുന്നത് സ്വാമി കമ്പിപടിയും കൊണ്ട് വന്നു സ്വാമി കമ്പിപടിക്ക് പറയുന്നതായിട്ട് വന്ന് ചോദിക്കാവും ചോദിച്ചില്ല സ്വാമി കമ്പിപടിയും കൊണ്ട് വന്നു ഇവിടെ സ്വാമി കമ്പിപടിയും കൊണ്ട് വന്നു പല കുറെ കഥകളി ഉണ്ടാക്കിയതെല്ലാം എന്റെ കൊണ്ട് കണ്ടു കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ കഥ ഉണ്ടാക്കിയതെല്ലാം ഒരുപാട് ചെമ്മാണി പറഞ്ഞത് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കണ്ടു മണിക്കഥ ഉണ്ടാക്കിയതല്ല തെരുവുണ്ടല്ലോ അമ്മ പറഞ്ഞപ്പോ എന്റെ എത്തിയം കോളേജിൽ പഠിക്കുമ്പോൾ നടന്ന ഇത് അതുവരെ അപ്പൊ ഇവിടുമാരൊക്കെ ഉണ്ടാക്കി വരികയില്ല ഇവിടുമാരൊക്കെ പുറകിൽ അമ്മയെ നടത്തുകയില്ല നമ്മളെ പ്രാപ്തിയാവേണ്ടി ഇന്നിങ്ങനെ തുടങ്ങിയ വലുത് അമ്മയെ പ്രാപ്തിയാനായിട്ട് ഇങ്ങനെ നടക്കുക കുറെ ആളുകൾ വന്നാൽ ഇപ്പൊ തുടങ്ങിയ വലുത് പണ്ടേ തുടങ്ങിയതാ കുറെ ആളുകൾ വന്നാൽ നടത്തില്ല കഥകളുണ്ടാക്കി വിടുക ഈ തെമ്മാടി കഥകൾ വന്ന ആളില്ല മാനില്ല തുടങ്ങിയ നടക്കുക എനിക്ക് പഠിക്കാൻ പോയപ്പോ ഒരിക്കലും അറിയാം ഞാൻ എങ്ങനെ ആവുക ഉടനെ ഒരു കൈനോട്ടക്കാരൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മള് പഴയ ഒരു കൈനോട്ടക്കാരനെ അയാൾ പറഞ്ഞിട്ട് വക്കീലാവുമെന്ന് വക്കീലാവുന്നില്ല വക്കീലാവാതിരിക്കാൻ ഒത്തിരി നോക്കി ഒന്നും നടന്നില്ല വക്കീലാവാതിരിക്കാനൊക്കെ ഒത്തിരി നോക്കി പാസ്സാവാതിരുന്നത് എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ പാസ്സാക്കാതിരിക്കാൻ ഒത്തിരി നോക്കി എന്തായാലും വക്കീൽ പഠിക്കാൻ പോയി പാസ്സായില്ല അങ്ങനത്തെ എന്തൊക്കെയോ ഇപ്പം പിന്നെ പാസ്സായപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അല്ലാതെ നോക്കുക ഇങ്ങനെ നടക്കുക അവന്മാരും എന്റെ കുട്ടി നീ പറയുന്നത് അത് നിങ്ങൾക്കൊക്കെ എനിക്കറിയാം നല്ലപോലെ പറയുന്നതൊക്കെ എനിക്ക് നല്ലപോലെ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത് MBBS ഇതിനൊക്കെ പോയി പാസ്സാവാതെ കുറെ എങ്ങനെയോ പഠിച്ച് പാസ്സായില്ലെന്ന് പറഞ്ഞൊക്കെ ലോക്ക് ഇൻഷുറൻസും ഒക്കെ കോടികളൊക്കെ വാങ്ങിച്ച് അന്നുകളുണ്ട് അതുപോലെ ഞാൻ വാങ്ങി രണ്ടാമത് വിചാരിച്ചു എണ്ണം ഞാൻ LLB പാസ്സായില്ലെന്ന് അങ്ങനെ ആ LLB പാസ്സായപ്പോ പിന്നെ ഒത്തിരി നോക്കി പാസ്സാവാതിരിക്കാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ നോക്കിയോ പാസ്സായി കഴിഞ്ഞപ്പോൾ നോക്കിയോ പാസ്സാകുന്നതിന് മുമ്പ് ഒത്തിരി നോക്കി പാസ്സാവാതിരിക്കാൻ പക്ഷെ നടന്നില്ല ഇങ്ങനെ വായിക്കുന്നത് കൊണ്ടല്ലേ പാസ്സാവുന്നത് അപ്പോഴാ മനസ്സിലാവുന്നത് കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് അവിടെ നിന്നും കമ്പൈൻ സ്റ്റഡി നടത്താതിരിക്കാൻ പരിപാടിയെ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ആളിനെ കൊണ്ടുവന്ന് ഓടിച്ചു വിടുക ഓടിച്ചു വിട്ടതിന്റെ വേറെ കഥയാത്രയെല്ലാം കഥകളൊക്കെ വെച്ചാലാ കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടാണ് മറ്റേ രണ്ടും കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് കൊണ്ടാണ് ലീവ പാസ്സാവുന്നത് മനസ്സിലായില്ലേ ഈ കാര്യങ്ങൾ നല്ലപോലെ വായിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടാണ്
2 മണിക്കൂർ നോട്ട്സ് വായിച്ചാണോ പാസ്സായി? 2 മണിക്കൂർ. ഇതെന്ത് വിചാരിക്കുന്നത്? 2 മണിക്കൂർ നോട്ട്സ് വായിച്ചിട്ടേ ഉള്ളൂ. നോട്ട്സ് നല്ലപോലെ എഴുതാൻ അറിയാം. അതുകൊണ്ടാണ് പാസ്സായത്. നല്ലപോലെ കൊണ്ട് പേപ്പറിനകത്ത് എഴുതാൻ അറിയാം. വായിക്കാൻ മതി. ശരിക്കും കണ്ടാതെ എഴുതാൻ അറിയാം. അല്ലാതെ കാണാൻ പഠിച്ചല്ലേ പാസ്സായത്. വിചാരിച്ചു സാധനങ്ങൾ നടക്കുക. നീ എന്റെ ഇത് വെച്ചോണ്ട് ഏതാണ്ട് ഫുഡടിക്കാൻ നടക്കുക. ഓരോ നടക്കുക. കുറെ അവന്മാരും എന്റെ കൂടെ ഉള്ളവരൊക്കെ പാലാക്കി തൂങ്ങിയിരുന്ന് വായിച്ചിട്ടാണ് പോയത്. ഞാൻ 10 മണിയാകുമ്പോഴേ കിടക്കുമായിരുന്നു. 10 മണിയാകുമ്പോഴേ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. 10 മണിയാകുമ്പോഴേ കിടന്നുറങ്ങുമായിരുന്നു. ഫയൽ പരീക്ഷിക്കുന്നതെല്ലാം നോക്കി ഫയൽ വരച്ചില്ല. ഫയൽ ഒത്തിരി നോക്കി ഇവിടെ അവിടെ എൻറോൾമെന്റ് പോയി. എൻറോൾമെന്റ് ഇല്ല. അവനെ കൊണ്ട് പറയിച്ച് ചന്ദ്രമോഹൻദാസിനെ കൊണ്ട് പറയിച്ചില്ല. എൻറോൾമെന്റ് ഇല്ല. ഞാൻ അവിടെ ചെന്ന് കോടതി പോകാൻ പറ്റത്തില്ല. നമുക്ക് അറിയണം. ഇതൊക്കെ എന്തെല്ലാം ഒത്തിരി പ്ലാനിങ് നടത്തി. പ്ലാനിങ്ങുകളൊക്കെ നടത്തുമായിരുന്നു. ഒത്തിരി പ്ലാനിങ്ങുമായിട്ട് കോടതിയില് പോകാതിരിക്കാൻ LLB എന്തോ എൻറോൾമെന്റ് പോയത്. ഞാൻ എറണാകുളം അവിടെ ബാർ കൗൺസിലിൽ ചെന്ന് ചോദിച്ചു, ദീപാവലി പഠിക്കാൻ എൻറോൾമെന്റ് ഇല്ലയോ? എൻറോൾമെന്റ് പോകാൻ എന്തുവാ? അവര് ചോദിച്ചു ആരാ ഇത് പറഞ്ഞത്? നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടല്ലോ, ആരാ ഇത് പറഞ്ഞതെന്ന്. അങ്ങനെ കുറെ തെമ്മാടിത്തരങ്ങളൊക്കെ നടത്തി. ഒത്തിരി തെമ്മാടിത്തരങ്ങൾ. പിന്നെ COP എന്നാ പിന്നെ COP ഇല്ല, കമ്മിറ്റി ഇല്ല. പിന്നത്തേതാ ഇങ്ങനെ കുറെ നടത്തി. പുറകിലും നടത്തുക. കുറെ വായ്നോക്കികൾ. കുറെ വായ്നോക്കികൾ, പഠിക്കാത്ത കുറെ വായ്നോക്കികൾ നമ്മുടെ പുറകിൽ ഇങ്ങനെ നടക്കുക. നാണോ മാനോ ഇല്ലാതെ കാശടിക്കാൻ എങ്ങാണ്ട് കേട്ട വായ്നോക്കികൾ. COP വരാതിരിക്കാൻ ഒത്തിരി നോക്കും. ഞാൻ പറഞ്ഞു COP കമ്മിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു എഴുതിട്ടാ. അന്നേരം കുറച്ച് നാളെ COP തല്ല. കമ്മിറ്റി അന്നേരം വന്നു. കമ്മിറ്റി വർഷങ്ങളായിട്ട് കമ്മിറ്റി ഇല്ല പോലും. വർഷങ്ങളായിട്ട് പുറകിൽ നടക്കില്ലേ കുറെ അമ്മമാര്. നാണമാനം ഇല്ലാത്ത കുറെ ക്രിമിനലുകൾ ഇങ്ങനെ നടക്കുക. വായ്നോക്കികള്. പഠിക്കണമായിരുന്നടാ വായ്നോക്കികളെ. പഠിച്ച പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുക. നീയൊക്കെ വായ്നോക്കി നടക്കാതെ അവനവന്റെ കാര്യം നോക്കടാ. പഠിച്ച പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുക. ഒത്തിരി നോക്കി. ചില്ലറയല്ല നോക്കിയത്. പഠിക്കുന്ന കാലം മുതലേ നോക്കിയതാ. എന്നുവെച്ചാ ഇപ്പോഴാ മനസ്സിലാവുന്നത്. കയ്യിൽ ഇരിപ്പുണ്ട് തെളിവല്ല. എന്നൊക്കെ വിചാരിച്ചു ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തുന്നോണ്ടാ പഠിച്ച് പാസ്സാവാൻ പോകുന്നതെന്ന്. അയ്യോ പാവം. എന്റെ കൂടെ ശ്രീജയോട് ചോദിച്ചാൽ മതി. അവള് രാത്രി മുഴുവൻ ഇരുന്നായിരുന്നു വായിക്കുന്നത്. ആദ്യത്തെ വേർഡ് അവളെ എഴുതിയില്ലെങ്കിൽ അവള് ഉറക്കത്തില്ലായിരുന്നു. ബാക്കി അവളെ എഴുതാനും പോരുമായിരുന്നു. ആ പരീക്ഷയല്ല ഞാൻ. എന്റെ കൊച്ചു തന്നെ കഥ എഴുതുന്നവളാ. തന്നെ ഒരു പടം വെച്ചു കൊടുത്താൽ എന്റെ കൊച്ചു തന്നെ കഥ എഴുതുന്നവളാ. അമ്മയുടെ ബുദ്ധിയാ അത്. അമ്മ അതുപോലെ എഴുതുന്നതാ. എന്റെ കൊച്ചിന്റെ മുന്നിൽ ഒരു പടം വെച്ചു കൊടുത്താൽ അതിനെക്കുറിച്ച് കഥ എഴുതും. അല്ലാതെ വായ്നോക്കിയതല്ല. ഇങ്ങനെ വായ്നോക്കി പറ്റിയത്. വായ്നോക്കിയല്ല എന്റെ കൊച്ചു. എന്റെ ഹാൻഡ് റൈറ്റിംഗും കാണുന്നതാ. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അല്ലാതെ കണ്ടവളുമാരുടെ കൊച്ചിന്റെ ഒന്നും കൂട്ടല്ല എന്റെ കൊച്ചിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. അത് കാണണം. കൊച്ചുമോടെ പിള്ളേരുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിംഗ്. എഴുതുന്ന കാണണം. വേറെ എഴുത്ത് വരത്തില്ല എന്റെ കൊച്ചിന്. ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കാണാത്തൊന്നുമല്ല. എന്റെ കൊച്ചിലെ എഴുതുന്നത് ഇങ്ങനെ തന്നെ. ഞാൻ കാണാത്തൊന്നുമല്ല. കണ്ടിട്ടുള്ളതാണ്. കൊച്ചുകൂടെ വന്നിരുന്ന് കണ്ടിരിക്കും. ഇവിടെ വന്നിരുന്ന് ഒക്കെ എഴുതിയിട്ടില്ല. ഒന്നാമത്തെ ഹാൻഡ് റൈറ്റിംഗ് പിള്ളേർ രണ്ടിൻ്റെ. മറ്റുള്ള ചെറുതാറിലാണ് പഠിക്കുന്നത്. മറ്റുള്ള പിന്നെ ഒരു ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്ക് അവിടെ കാര്യമൊന്നും കേൾക്കണ്ട. അത് ഉമ്മയ്ക്ക് 10 അമ്മയ്ക്ക് 10 എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ കമ്പയർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു. അമ്മയ്ക്ക് 10 എന്തുവാ നിനക്ക് എത്ര അവനുണ്ട്? 35. ഉമ്മയ്ക്ക് 36. അതുപോലെ എന്തുവാ എന്റെ